ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ കുക്ക് ആൻഡ് ഡിലൈറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പി ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഒരു റൈസ് റെസിപ്പിയാണ്. ചിക്കൻ സോസേജ് വെച്ചിട്ട് നമ്മുടെ ശൈലിയിൽ വളരെ വേഗത്തിൽ രുചികരമായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഒന്നുമല്ല, നമ്മുടേതായിട്ടുള്ള ഒരല്പം രുചിക്ക് വേണ്ടിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അല്പം കറുകപ്പെട്ട ഒരു 2 ഗ്രാമ്പു, ഒരു 2 ഏലയ്ക്ക ഒന്ന് ചതച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് കനം കുറച്ച് അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിനകത്തേക്കിട്ട് ഇളക്കി അതിനോടൊപ്പം തന്നെ ഒരു അല്പം കോളിഫ്ലവർ കനം കുറച്ച് അരിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുത്തു. അതിനോടൊപ്പം ഒരു അല്പം മാത്രം നമ്മുടെ ബ്രക്കോളി കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/2 കപ്പോളം നമ്മളുടെ ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അത് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാബേജ് വളരെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതിനകത്ത് ഇട്ട് നന്നായി ഒന്ന് നമ്മൾ ഇളക്കി വഴട്ടി എടുക്കണം. ഇതൊന്ന് 1/4 ഭാഗം വഴണ്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കുക. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള അല്പം ഗരം മസാല, 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു 6 പീസ് ചിക്കൻ സോസേജ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് ഇളക്കുക. ഒന്ന് ഇട്ട് വഴണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പല കളറിലുള്ള ബെൽ പെപ്പർ കൂടി ഞാൻ അരിഞ്ഞതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴട്ടിയെടുത്ത് ഇതൊന്ന് വേവുന്ന പരുവമാക്കി എടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരല്പം എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ് ഇടയ്ക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് 2-3 റോസ്മേരി, ഡ്രൈഡ് ഉണങ്ങിയ റോസ്മേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറേ സോസുകളൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ ആകെ ഹോട്ട് ചില്ലി സോസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹോട്ട് ചില്ലി സോസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് വേഗത്തിൽ വളരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ തലേ ദിവസം ഒരു 2 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ റൈസ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇതോടുകൂടി നമ്മുടെ പണി കഴിഞ്ഞു. ഈ റൈസ് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് വേഗത്തിൽ ഒന്ന് ഇളക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മളുടെ ഈ മസാലയും ഈ പച്ചക്കറിയുടെ അംശവും എല്ലാം ഈ ചോറുമായിട്ട് നന്നായിട്ട് ചേർന്ന് വരത്തക്കോണം വേഗത്തിൽ നമ്മളുടെ ഈ ചോറ് പൊടിഞ്ഞു പോകാതെ വേഗത്തിൽ ഇളക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സോസേജ് ഫ്രൈഡ് റൈസ് കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.